ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മളിന്ന് ഭയങ്കര വിഷമത്തിലാണെങ്കിലും കുറച്ച് സന്തോഷമുണ്ട് ഗൈസ്. കാരണം ഷിൻറ്റ് നമ്മളിട്ട് പോയേക്കാണ് ഗൈസ്. അതായത് അവൻ്റെ നാട്ടിൽ പോയേക്കാണ് ഗൈസ്. ഇന്നലെ ആയിരുന്നു അവൻ പോയത്. സോ ഗൈസ്, ഇന്നലെ അവൻ പോയിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണൻ്റെ വണ്ടിയൊക്കെ അവിടെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് അടിച്ചു മാറ്റിയുള്ള വണ്ടികൾ. ഒരു മഹീന്ദ്ര സ്കോർപിയോ, നിസാൻ GTR, പിന്നെ ഒരു മെക്ലാറിൻ്റെ ഒരു എവറസ്റ്റിൻ്റെ മെക്ലാറൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അടിച്ചു പറ്റിയ വണ്ടികളൊക്കെ. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഞാനൊന്ന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ അടിച്ചു പറ്റിയ കഷ്ടം, ഇത് അടിച്ച പറ്റിയ പാട് എനിക്ക് തന്നെ അറിയത്തുള്ളൂ. സോ ബിക്കോസ് നമ്മളിത് വിൽക്കുന്നില്ല. കാരണം പോലീസുകാർ ഈ വണ്ടി ഇപ്പോൾ അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മളെങ്ങാനും അടിച്ചു പറ്റുന്ന പോലീസുകാർക്ക് തെളിഞ്ഞാൽ നമ്മൾ നേരെ ജയിലിൽ പോയി ചപ്പാട്ട് ചോദിക്കേണ്ടി വരും. സോ ഗൈസ്, നമുക്കപ്പോൾ അടുത്ത വണ്ടികളൊക്കെ അടിച്ച് മാറ്റാൻ പോകാം. സോ നമുക്കപ്പോൾ ഒരു ദിവസം ഒരു വണ്ടി അടിച്ച് മാറ്റുന്നുള്ളൂ. 2 വണ്ടി അടിച്ച് മാറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതന്നെ, ഇത്ര വണ്ടികൾക്ക് സ്ഥലം ഉണ്ടാവില്ല ഗൈസ് ബാക്കിൽ. ഞാൻ ബൈക്ക് അടിച്ച് മാറ്റിയല്ലോ. കാരണം ബൈക്ക് പോയപ്പോൾ ക്ഷേമം കൂടുതലാണ്. ഈ കാർ അടിച്ച് പറ്റിയിട്ട് നമുക്കൊരു കേസ് അവിടെ ഒരു എൻഡവർ പോകുന്നുണ്ട് കേസ്. ആ എൻഡവർ നമുക്ക് തൽക്കാലം അടിച്ച് മാറ്റാം കേസ്. അയ്യോ, അയാൾ എന്ത് സ്പീഡിയാണ് പോണ്, നമ്മളെ വണ്ടിക്ക് എത്ര സ്പീഡ് ഉണ്ടല്ലോ കേസ്. അയ്യോ, അവിടെ തീർത്തണോ. അയ്യോ കേസ്, ആ വണ്ടി അയാൾ കൊണ്ടുപോയി. അതായത് ആ വണ്ടി നല്ല സ്പീഡിൽ കൊണ്ടുപോയി. ഓക്കെ, അടുത്തൊരു വണ്ടി ആയിരുന്നു. ഓ, ഇതിൻ്റെ പുറം അടഞ്ഞോ. നമുക്ക് ഏതിലും വണ്ടി മതി, അല്ലാണ്ട് ഏത് വണ്ടി മതി അടിച്ചു വരണ്ടോ നമ്മൾ തീരുമാനിക്കുന്നില്ല. ജസ്റ്റ് വണ്ടി തന്നെ, അതന്നെ. ഓക്കെ, നമുക്കിപ്പോൾ ആ വണ്ടിയൊക്കെ അടിച്ച് മാറ്റാം. എടാ നിൽക്കടാ വണ്ടി. ഓക്കെ എടോ, ഈ എൻ്റെ ഓർമ്മ ആയിരിക്കും അന്നേക്ക്. ഇങ്ങോട്ട് വാടാ. അയ്യോ, എൻ്റെ വണ്ടി കൊണ്ട് പോകുന്നത്. ഈ വാടത് അല്ല പിന്നെ. ഓക്കെ കേസ്, അയാളുടെ വണ്ടി നമ്മൾ നൈസിട്ടിട്ട് ഇങ്ങനെ അടിച്ചു പറ്റിയിട്ടുണ്ട് കേസ്. ഇനി ഈ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണോ? കാരണം ഞാനത് കാരണം കുറച്ച് ദിവസമായിട്ട് ഡിഫൻഡറായിരുന്നു ഓടിച്ച് നടക്കാറ്. ഡിഫൻഡർ അവസ്ഥ ഷെഡോ പറഞ്ഞു. അതേ അടുത്തവൾ അടിച്ചിട്ടു. അയ്യോ, ആ ഡിഫൻഡർ അവസ്ഥ എനിക്ക് തന്നെ അറിയത്തുള്ളൂ ഗീസ്. നമുക്കപ്പോൾ ഫാക്ടറിയുടെ അകത്തൊന്നും കയറി നോക്കിയാലോ. കാരണം ഫാക്ടറിയുടെ അടിയിൽ കുറേ നശിച്ച വണ്ടികളുണ്ടാവും. ഒരു വണ്ടി പോലും നശിക്കാത്തതായിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സോ നമുക്കൊന്ന് ഹോളിൽ പോയി നോക്കി നോക്കാം ഗേസ്. ഈ വർക്ക്ഷോപ്പ് ഇവൻ്റെ മോളിൽ തന്നെയാണ് ഗേസ്. നമുക്ക് നോക്കി നോക്കാം ഗേസ്. ഓക്കെ ഗേസ്, ഒരു മിനിറ്റ് ഗേസ്. ഞങ്ങളന്നേരം ഒരു കാർ കണ്ടല്ലോ, എന്താ ഒരു SUV കണ്ട് ഗേസ്. നമുക്ക് നോക്കി നോക്കാം സാറിൻ്റെ വണ്ടിയൊന്ന്. ഓക്കെ ഗേസ്, ഇവിടെ ഒരു ഫോർച്യൂണർ ലെജൻഡർ ഇരിക്കുന്നുണ്ട് ഗേസ്. ഓക്കെ, ഇത് നമ്മളന്ന് കണ്ട വണ്ടിയൊന്നുമല്ല. ഇത് നമ്മൾ കാര്യമായിട്ട് കാണുന്ന ഒരു ഫോർച്യൂണർ ലെജൻഡറാണ്. അല്ല, ഫോർച്യൂണർ ലെജൻഡർ ഇഷ്ടപ്പെട്ട കണ്ടിട്ടുണ്ട്. സോ ഗേസ്, നമുക്കപ്പോൾ ഇതിൻ്റെ വണ്ടി അടിച്ച് മാറ്റാം. ഇപ്പം ഇതിന് താഴെ ചാടി ചത്താൻ. അതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് ആൾക്കാർ നമുക്ക് കൊല്ലണം ഗേസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ പറയാൻ പറ്റില്ല ഗേസ്, പോലീസിൻ്റെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മളെ തീനാക്കാൻ വരും. ഓക്കെ, നമ്മളങ്ങനെ വണ്ടികൾ അടിച്ചു മാറ്റാൻ പോവാണ്. വണ്ടികൾ അടിച്ചു മാറ്റാന്ന് പറഞ്ഞാലുണ്ട്, വീഴാനല്ല പറഞ്ഞ അല്ല. എന്തിനോട്ടെ വണ്ടി ആക്ച്വലി എന്തിനോട്ടെ, ബിക്കോസ് വി ആർ അടിച്ചു മാറ്റി. സോ വി സ്റ്റീൽ ദി ആറുവണ്ടി എനിക്കറിയില്ല. ഓ, മാർഷൽ. ഓക്കെ, അല്ല കേസ്, ഈ മാർഷലിൻ്റെ വണ്ടിയാന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേസ്. കാരണം ഈ സൈഡിലത്തെ വ്യൂ ഞാൻ നോക്കിയിട്ടുണ്ടായില്ല കേസ്. മാർഷൽ ആക്ച്വലി ന്യൂബ് തന്നെയാണ്. കാരണം കുറേ എപ്പിസോഡ് ഞാൻ മറിഞ്ഞു വീണതാണ്, എനിക്ക് ഭയങ്കര ചിരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക് നമുക്കൊന്ന് വേഗം പോകാം കേസ്. അപ്പോൾ നല്ല സ്പീഡിൽ പോയിട്ട് ഇതിൻ്റെ എൻട്രൻസ് രക്ഷപ്പെടണം. ഇതൊക്കെയാണ് എൻട്രൻസ്. ഇവിടെ വെച്ചാണ് നമ്മൾ വണ്ടി ഇടിച്ച് പറ്റി. അല്ലെങ്കിൽ നമുക്ക് ഈ വഴി കൂടെ തിരിച്ചു വരുന്നില്ലേ, എല്ലാ വണ്ടിയെ ഇടിച്ച് പറിച്ചൊക്കെ കണ്ടാവശ്യമില്ലേ. അതെന്തിനാട്ടെന്നോ നമ്മളെ കുഴപ്പമില്ല, വളരെയുള്ളൂ. അവരുടെ വണ്ടി അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. വെയിറ്റ് എ മിനിറ്റ്, നമ്മളെ ഈ വണ്ടിയില്ലേ അത് ബാക്കിൽ വയ്ക്കാം ഗസ്. കാരണം പറയാൻ പറ്റില്ല ഗസ്, പോലീസ് ആരംഭിക്കാതെ നമ്മുടെ വണ്ടികളൊക്കെ അടിച്ച് മാറ്റാൻ പറ്റും ഗസ്. ഈ വണ്ടികളൊക്കെ അവിടെ അടിച്ച് മാറ്റാം ഗസ്. ഒലക്കേൻ്റെ മൂട്. അയ്യോ, എന്നിട്ട് ഈ വണ്ടി സീമോളിൽ നിന്ന് കൊണ്ടുവരണം ഗസ്. എന്നിട്ട് കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ അഴുക്കൊക്കെ ആവും ഗസ്. അതാണ് പറഞ്ഞത്. അയ്യോ, ഒലക്കേൻ്റെ മൂട്. അയ്യോ, ഇതൊക്കെയാണ് ഗസ്, ഇതൊക്കെ ഉള്ളത്. അപ്പോൾ
നമ്മളപ്പോൾ നോക്കപ്പോൾ ഇവിടെയൊക്കെ തന്നെ നടക്കാൻ കേസ്. അപ്പോൾ വെളിയിലൊന്ന് നടന്നിട്ടൊക്കെ വരാൻ നമുക്കൊരു കാര്യം ചെയ്താലോ, വണ്ടിയൊക്കെ അടിച്ച് പറ്റിയിട്ട് പോയാലോ. സോറി, വണ്ടിയിൽ കറങ്ങിയിട്ടൊക്കെ വന്നാൽ കേസ്. കുറേ ദിവസം നമ്മൾ കറങ്ങിയിട്ടൊക്കെ വന്നിട്ട്. സോ നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം കേസ്. വണ്ടി കേട്ടോ സുരേഷേ? യെസ്, നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് കയറിയിട്ടുണ്ട് ഗേസ്. നമുക്കിവിടെ എന്തൊരു ജോലി ഇട്ട് നോക്കിയാലും പോലീസ് സ്റ്റേഷനിൽ സാധാരണ ജോലി ഒന്നും കിട്ടാറില്ല, എന്നാലും നോക്കി നോക്കാം. സോ നമ്മൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇഷ്ടംപോലെ ആളൊക്കെ ഉണ്ട്. ആടോ എന്താണ് കാണിക്കുന്നത്? സാറേ, എനിക്ക് ഇവിടുത്തെ സെല്ലിനകത്ത് കുറച്ച് എനിക്ക് അറിയാമായിരുന്നിട്ട്, അപ്പോൾ അവരത് കൊല്ലണം. അതൊക്കെ എന്നുള്ള പോസ്റ്റ് പറഞ്ഞു വീണ്. ഇതെങ്ങനെ ഹൗവാ ഡാഡ്, നീ മര്യാദക്ക് ഇങ്ങോട്ടൊന്നും അല്ലെങ്കിൽ ഞാൻ ഒന്ന് വീടേച്ച് കൊല്ലും ഞാൻ. സാറേ, ഇതാണോ സെല്ല്? കണ്ട് എന്താണോ തോന്നുന്നത്? ഇന്ന് ഡാൻസിങ് ക്ലബ്ബോ? ഒന്നുമല്ല സോ, ഇവിടുത്തെ ആൾക്കാരെ ഞാൻ കൊല്ലാൻ പോവാ. എടാ, സ്റ്റിക്കി ബോംബ് വെച്ച് കൊല്ലാൻ പറ്റില്ല. ഒന്ന് പോറാടുന്നു. ഇതുകൂടെ ഒട്ടി പിടിച്ചൊരു കേസ്. അത് നമുക്ക് അപ്പോൾ സ്റ്റിക്കി ബോംബ് വെച്ച് കൊല്ലാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ആർപ്പിച്ചിട്ട് കൊല്ലാൻ പറ്റും. എടാ, നീ നീ എതിർക്കാടാ കാണിക്കല്? ഞാൻ വരെ എടാ, ഇങ്ങനെയാണോ കൊല്ലുന്നത്? ഞാൻ അങ്ങനെ കൊല്ലണം സാറേ. എടാ കൊട്ടേ, ഏത് മര്യാദ? ഇനി മേടിച്ചുകൾ ചെയ്യണ്ടോ എനിക്ക്? ഇനി ഒറ്റയാൾ മാത്രമേ ബാക്കിയുള്ളൂ. നീ അയാളും കൂടെ തീർക്കാമോ? എടാ, അതിനെ കൂടെ എൻ്റെ അകത്ത് കൂടെ ഉരുണ്ട കയർത്തില്ലടാ. ആണോ? അയ്യോ, എന്തൊരു അയ്യോ കേട്ടത് ഗൈസ്. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അയ്യോ ഗൈസ്, ഓരോരുത്തരും കൊണ്ട് ചത്തല്ലോ. എടാ, നീ എന്തിനാണ്ടേ കാണിച്ചത്? നീ എൻ്റെ ആൾക്കാരൊക്കെ കൊന്നുവല്ലേ? എടാ, നിൽക്കടാ അവിടെ. നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നീ ആ ബാക്കിലത്തെ വണ്ടി അടിച്ച് മറ്റാണോ പോകുന്നത്? ആ വണ്ടി എനിക്ക് വേണം. അതെൻ്റെ പുതിയ വണ്ടിയാണോ? ആണോ? എന്നാ പിടിച്ചോ. തൻ്റെ വണ്ടിയാണെങ്കിൽ എനിക്കെന്താ? താൻ പോയി മുമ്പ് അല്ല പിന്നെ എന്താ ആളെ നമ്മൾ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇന്ന് ഈ വണ്ടി ഒന്ന് അടിച്ചു പറ്റാം ഗൈസ്. കാർട്ടൂൺ ഗൈസ്, ഇതേ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ വണ്ടിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ അടിച്ചു പറ്റുമല്ലോ ഗൈസ്. കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ വണ്ടിയോ ഗൈസ്? ഇത് നമ്മുടെ ചേസിൻ്റെ വണ്ടിയാണ് ഗൈസ്. കാരണം മോളിൽ എനിക്ക് കാണാനുണ്ട് ഗൈസ്. മോളിൽ ഞാൻ സീരിയസ് ഒക്കെ കാണാൻ മനസ്സിലാവും. ഇത് ചേസിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഈ പോലീസുകാരൊക്കെ അല്ലെങ്കിൽ എല്ലാ പോലീസുകാരെ ഓടിക്കാത്തത് വേറെ വണ്ടി. ആ കാർട്ടൂണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ? എൻ്റെ ഹിൽക്കളെ പറയുന്ന വണ്ടി പോലെയാണ് ഇഷ്ടംപോലെ പോലീസുകാരൊക്കെ. അത് നമ്മുടെ വണ്ടി ഫണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേസ്. വണ്ടിക്കൊന്നും പറ്റില്ല. ഈ വണ്ടിക്ക് ഗൈസ് ഭയങ്കര ക്വാളിറ്റിയാണ് ഗൈസ്. ആളെങ്ങോട്ടോ പോയി. അവിടെ ഇപ്പോൾ പെണ്ണെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തട്ടെ. നമ്മളുടെ മേത്തേക്ക് അതിന് കംപ്ലൈൻറ്റ് ആയിട്ട് വന്ന അവനെ ഡ്രന്ന് വിളിക്കും ഞാൻ. അതേപ്പറ്റില് വേണ്ട, എന്നാലും ഇരുന്നോട്ടെ. നമുക്കപ്പോൾ വീട്ടിൽ കയറാം. നമ്മുടെ വീട്ടിൽ ഡിഫൻഡർ ഇപ്പോൾ കാണാനില്ല കേസ്. ഇടന്നില്ല, വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ കേസ്, നമ്മൾ പുതിയ വണ്ടി ഓടിക്കാനായിട്ട് വണ്ടി അടിക്കുന്നുണ്ട്. ഓക്കെ യെസ്, ഇഷ്ടംപോലെ വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഡിഫൻഡർ നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നു കേസ്. എന്നിട്ട് നമ്മളിങ്ങനെ ബാസ് നടന്നു. ഓക്കെ യെസ്, നമുക്കപ്പോൾ ഈ വണ്ടികളൊക്കെ ഒന്ന് ക്ലീനാക്കാം കേസ്. ഓക്കെ, നമ്മൾ ഈ വണ്ടി ക്ലീനാക്കി കഴിഞ്ഞ് ഈ വണ്ടി ക്ലീനാക്കാം. ഈ വണ്ടി നമുക്ക് ക്ലീനാക്കാം കേസ്. ഈ വണ്ടി നമ്മളങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ സൈഡ് നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല. ഇതും കൂടെ നമുക്കൊന്ന് വൃത്തിയാക്കി സൂക്ഷിക്കാം, കാരണം നമ്മുടെ വണ്ടി ആണത്. ഓക്കെ ഗൈസ്, ഈ രണ്ട് വണ്ടികൾ വൃത്തിയാക്കി. അപ്പോൾ നമുക്ക് ഈ വണ്ടി കൂടെ വൃത്തിയാക്കാം. ഓക്കെ ഗൈസ്, ഈ വണ്ടി നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. നമുക്കിനി ഈ അവിടെ ജീവനോ നമ്മുടെ ഈ ഒരു GT അതും കൂടെ നമുക്ക് കൊടുക്കാം. ക്ലാസ്സൊക്കെ അയ്യോ ഗൈസ്, വൃത്തിയാക്കുമ്പോൾ പിന്നെ അവരുടെ ആവശ്യത്തിന് ചാടി ഗൈസ്. അത് കാരണം നമ്മുടെ വണ്ടിയുടെ ജില്ല് പൊട്ടി ഗൈസ്. അതൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ മെക്കാനിക്ക് ഭയങ്കര ഫാസ്റ്റാണ് ഗൈസ്. അയ്യോ ബാക്കിലത്തെ ജില്ലും കൂടെ പൊട്ടിയാണ്. ഇങ്ങനത്തെ എല്ലാ വണ്ടിയുടെ ജില്ല് പൊട്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒന്ന് കുറച്ചാണ് മാറി നിന്ന് സംസാരിക്കാം ഗൈസ്. കാരണം ഈ വണ്ടികൾക്കൊന്നും പറ്റാനും പാടില്ല, നമുക്കൊന്നും പറ്റാനും പാടില്ല. സോ അത് നമ്മൾ സൂക്ഷിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ.